ഹായ്, ബയോളജിയിലെ പ്രത്യേകിച്ച് മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിലെ കുറച്ച് ഷോർട്ട് ഫോംസും അതിന്റെ ഫുൾ ഫോംസും ആണ് നമ്മൾ പറയാൻ പോകുന്നത്. കുറച്ചല്ല, ആ ചാപ്റ്ററിനകത്തുള്ള എല്ലാ ഷോർട്ട് ഫോംസും ഫുൾ ഫോംസും നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. സോ റെഡിയാണോ നിങ്ങൾ? സ്റ്റാർട്ട് ചെയ്താലോ? യെസ്. ഫസ്റ്റ് ഈ ചാപ്റ്റർ മുഴുവൻ അല്ലെങ്കിൽ മെയിൻ ആള് തന്നെയാണ് DNA. സോ വാട്ട് ഈസ് DNA? DNA എന്ന് പറയുന്നത് ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, അത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. അപ്പൊ പിന്നെ RNA പറയാതെ പോയാൽ മോശമല്ലേ? RNA എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈബോ ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ് ആയി. റൈബോസ് ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, റൈബോ എന്നും റൈബോസ് എന്നും എഴുതാറുണ്ട്. ബോത്ത് ആർ ഓക്കെ ആണ്. അടുത്തത് NHC. NHC എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസ്. ഓക്കെ, ക്രോമസോമൽ, അതാണ് NHC എന്ന് പറയുന്നത്, നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻസ്. ഓക്കെ, അപ്പൊ അത് ഇനി മറക്കണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. mRNA. വാട്ട് ഈസ് mRNA? മെസ്സഞ്ചർ RNA, അതാണ് mRNA എന്ന് പറയുന്നത്. അടുത്ത tRNA. വാട്ട് ഈസ് tRNA? tRNA എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ട്രാൻസ്ഫർ RNA, അതാണ് tRNA. അടുത്തത് rRNA. rRNA വെച്ചാൽ റൈബോസോമൽ RNA. അടുത്ത UTR, untranslated regions. Okay, next question. ബീറ്റാ ഗാലക്ടോസിഡേസ് ആണ്. അത് അതാണ് ബീറ്റാ ഗാലക്ടോസിഡേസ്. അപ്പൊ അതിന്റെ പേര് ബീറ്റാ ഗാലക്ടോസിഡേസ് ആണ്. ഗാലക്ടോസിഡേസ്. ഓക്കെ, അത് ബീറ്റാ ഗാൾ എന്ന് എഴുതും. ബീറ്റാ ഗാലക്ടോസിഡേസ് ആണ് ഫുൾ ഫോം. ഐ എന്താണെന്നാണ് ചോദ്യം. ജീനിലെ ഐ എന്താണ്? ഇൻഹിബിറ്റർ എന്നാണ്. ഇൻഹിബിറ്റർ ജീൻ ആണ് ഐ ജീൻ എന്ന് പറയുന്നത്. അടുത്ത HGP, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ആണ് HGP എന്ന് പറയുന്നത്. അടുത്തത് SNP, സ്നിപ്സ് എന്ന് വായിക്കും നമ്മള്. സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസംസ്. ഓക്കെ, പോളിമോർഫിസം, അതാണ് ഏതെന്ന് പറയുന്നത് സ്നിപ്സ്. SNPS എന്ന് എഴുതുന്നത് സ്നിപ്സ് എന്ന് വായിക്കും നമ്മള്. അടുത്ത ESTs, അതായത് EST എന്താണെന്ന് ചോദിക്കും. എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്. ഓക്കെ, എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്. അടുത്തത് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. ഓക്കെ, അടുത്തത് യാക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. ഇത് രണ്ടും നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലെ മെത്തഡോളജിയിൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. അവിടുത്തെ വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്തതാണ് ബാക്കും യാക്കും. അടുത്ത VNTR, വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ മക്കളെ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷോർട്ട് ഫോംസും അതിന്റെ ഫുൾ ഫോംസും. ഇതിൽ എത്രയെണ്ണം നിങ്ങൾക്ക് പറയാൻ സാധിച്ചു എന്നൊന്ന് കമന്റ് ചെയ്യുക. സോ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.